നടിയെ ആക്രമിച്ച കേസിൽ വിധിയിൽ പ്രതികരണവുമായി മഞ്ജു വാര്യർ രംഗത്തെത്തി. കോടതിയോട് പൂർണ്ണ ബഹുമാനമുണ്ടെന്ന് വ്യക്തമാക്കിയ മഞ്ജു വാര്യർ, എന്നാൽ ഈ കേസിൽ നീതി പൂർണ്ണമായി നടപ്പായെന്ന് പറയാൻ കഴിയില്ലെന്നും തുറന്നു പറഞ്ഞു. കുറ്റകൃത്യം നേരിട്ട് ചെയ്തവർക്ക് മാത്രമാണ് ഇപ്പോൾ ശിക്ഷ ലഭിച്ചതെന്നും, എന്നാൽ ഈ കുറ്റകൃത്യം ആസൂത്രണം ചെയ്തവർ ഇപ്പോഴും പുറത്ത് സ്വതന്ത്രരായി നടക്കുന്നതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമെന്നും മഞ്ജു വാര്യർ ചൂണ്ടിക്കാട്ടുന്നു. ആസൂത്രണം ചെയ്തവർ ആരായാലും അവർ കൂടി നിയമത്തിന്റെ മുന്നിലെത്തുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്താലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ എന്നും മഞ്ജു വാര്യർ പറഞ്ഞു. ഈ വിഷയത്തിൽ മഞ്ജു വാര്യർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പൂർണ്ണ പ്രതികരണം ഇങ്ങനെ: ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ അതാരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ. പോലീസിലും നിയമ സംവിധാനത്തിലും ഞാനുൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാകാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ. ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും, ഓരോ സ്ത്രീക്കും, ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ്. അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തലയുയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകണം, ഉണ്ടായേ തീരൂ. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം. മഞ്ജു വാര്യരുടെ ഈ പ്രതികരണം പുറത്തുവന്നതോടെ സമൂഹമാധ്യമങ്ങളിൽ ശക്തമായ പിന്തുണയും ചർച്ചകളും ഉയരുകയാണ്. നീതി, സ്ത്രീ സുരക്ഷ, നിയമവ്യവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും പൊതുസമൂഹത്തിൽ സജീവമാവുകയാണ്. ഈ കേസ് ഒരാളുടെ മാത്രം പോരാട്ടമല്ല, മറിച്ച് സമൂഹത്തിന്റെ മനസാക്ഷിയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന സന്ദേശമാണ് ഈ പ്രതികരണത്തിലൂടെ മഞ്ജു വാര്യർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ന് അതിജീവിത ഈ വിഷയത്തിൽ പ്രതികരിച്ചുവെന്നതും ശ്രദ്ധേയമാണ്. തുടർ നടപടികളും നിയമപരമായ വഴികളും സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ അതിജീവിത ഇന്നത്തെ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. നീതി ഉറപ്പാക്കുന്നതിനായി നിയമപരമായ എല്ലാ മാർഗങ്ങളും തേടുമെന്നും വിഷയത്തിൽ തുടർ നിയമ നടപടികൾക്ക് തയ്യാറെടുക്കുകയാണെന്നും അതിജീവിതയുടെ പ്രതികരണത്തിൽ നിന്നുള്ള സൂചനയാണ്. ഇതോടെ അടുത്ത കോടതിയിൽ കേസ് വീണ്ടും എത്താനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും പ്രതികരണങ്ങളും ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നേടുമെന്നാണ് വിലയിരുത്തൽ. വാർത്ത തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും സ്റ്റേ ട്യൂൺഡ്.